ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഒരു സ്പെഷ്യൽ ചിക്കൻ ഫ്രൈ ആണ് കേട്ടോ. എന്നും ഒരേ രീതിയിൽ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കുന്നവർക്ക് ഒരു ദിവസം ഒരു സ്പെഷ്യൽ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ പരീക്ഷിക്കാവുന്ന നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ ഇത്. പിന്നെ ഒന്നോ രണ്ടോ ദിവസം യാത്ര പോകുമ്പോൾ കൊണ്ടുപോകാൻ പറ്റിയ ഒരു റെസിപ്പി കൂടിയാണ്. ഇതിൽ നമ്മൾ സവോളയൊന്നും ചേർക്കാതെയാണ് ഉണ്ടാക്കുന്നത്. ആദ്യം നമുക്ക് ഇതിൻ്റെ മസാലകളൊന്ന് പൊടിച്ചെടുക്കണം. അതിനുവേണ്ടി 3 സ്പൂൺ മല്ലിയാണ് എടുത്തിട്ടുള്ളത്. ടീസ്പൂണും അല്ല ടേബിൾ സ്പൂണും അല്ല, അതിനിടയിലുള്ള സ്പൂണാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ 1 സ്പൂൺ കുരുമുളക്, 3 പീസ് പട്ട, 7-8 ഗ്രാമ്പു, 1/4 സ്പൂൺ പെരിഞ്ജീരകം, 1/4 സ്പൂൺ സാജീരകം. ഇത്രയും എടുത്ത് നമുക്കിതൊന്ന് വറുത്തെടുക്കണം. മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ഇത് വറുത്തെടുക്കാൻ. ഇതൊന്ന് പൊട്ടിത്തുടങ്ങുമ്പം ഫ്ലെയിം ഓഫ് ചെയ്ത് നമുക്കിതൊന്ന് പൊടിച്ചെടുക്കണം. 1 കിലോ ചിക്കനിന് വേണ്ടുന്ന മസാലയാണ് ഞാനിവിടെ വറുത്തെടുക്കുന്നുള്ളത്. ഇപ്പോൾ ഇതാ വറുത്തെടുത്തിട്ടുണ്ട്. ഇത് എല്ലാം പൊട്ടി തുടങ്ങുമ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്താണ്. ഇത് തണുത്തതിന് ശേഷം നമുക്കതൊന്ന് പൊടിച്ചെടുക്കാം. ഇപ്പോൾ ഞാൻ 1 കിലോ ചിക്കൻ നന്നായി കഴുകി എടുത്തിട്ടുണ്ട്. ഇതിൽ എല്ലാവർക്കും അറിയുന്നതായിരിക്കാം, ഇതുപോലെയുള്ള ആ ഒരു റെഡ് ഭാഗം കാണാം. ഇത് നമ്മൾ മാറ്റി വെക്കണം. ഇത് നമ്മൾ കറി ഉണ്ടാക്കുമ്പോൾ ഉപയോഗിക്കാൻ പാടുള്ളതല്ല. നമ്മുടെ ഈ ഭാഗത്തൊക്കെ ഇതിന് കയ്പ്പാന്നാണ് പേര് പറയാം കേട്ടോ. ഇത് കഴിക്കാൻ പാടില്ല എന്ന് അമ്മമാർ പറയും. ഇത് അധികം പേർക്കും അറിയാവുന്നതാണ്, എന്നാൽ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ പറയുന്നുള്ളത്. അപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവർ ഇത് ഉപയോഗിക്കാറുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. എനിക്കറിയില്ല, അമ്മ പറഞ്ഞു തന്ന അറിവാണ് കേട്ടോ എനിക്കുള്ളത്. ഇത് കഴിച്ചാൽ വയറുവേദനിക്കുന്ന അമ്മ പറയാറുമുണ്ട്. ഇനി നമുക്കിതൊന്ന് മാരിനേറ്റ് ചെയ്യണം. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇഞ്ചി ചതച്ചത് ചേർത്ത് കൊടുക്കാൻ ചെറിയൊരു പീസ് ഇഞ്ചി ഞാൻ ചതച്ചെടുത്തിട്ടുണ്ട്. പിന്നെ വെളുത്തുള്ളി പൗഡറാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നുള്ളത്. വെളുത്തുള്ളി പൗഡർ ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ വറുത്ത് പൊടിച്ച് വെച്ചിരിക്കുന്ന മസാല ഉണ്ടല്ലോ, അത് മുഴുവനായി തന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി 1 നാരങ്ങ ഇതിലേക്ക് പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കാം. നല്ല ജ്യൂസുള്ള നാരങ്ങയാണ്, ഞാൻ മുഴുവനായും തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് സോയാ സോസാണ് വേണ്ടത്. 1/4 സ്പൂൺ സോയാ സോസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സ്പൂണിലാണ് കേട്ടോ ഞാൻ എല്ലാ മസാലകളും അളന്നിട്ടുള്ളത്. ഇനി നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 4 സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നുള്ളത്. ഇനി 1 സ്പൂൺ വിനാഗിരി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി എല്ലാം ചേർന്ന് നമുക്കിത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. എരിവ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് 3 സ്പൂൺ കാശ്മീരി മുളകും 1 സ്പൂൺ സാദാ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് 1 മണിക്കൂർ സമയം മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് മസാലകളിൽ നന്നായി പിടിച്ച് വന്നിട്ടുണ്ട് കേട്ടോ. 1-2 മണിക്കൂർ ഫ്രിഡ്ജിൽ മാറ്റി വെച്ചാലും നല്ലതാണ് കേട്ടോ, നന്നായി മസാലകളൊക്കെ പിടിച്ച് വരും. ഇനി ഒരു കടായിലേക്ക് 2 സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ ഈ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് 2 തക്കാളി അരച്ചതാണ്. ഇതുകൂടി ചേർത്ത് ഞാൻ ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് മൂടി വെച്ചൊന്ന് മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം. ഈ ചിക്കൻ ഫ്രൈയിൽ നമ്മൾ സവാളകളൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല, ഉള്ളിയോ സവാളയോ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഇത് 1-2 ദിവസം കേടുകൂടാതെ പുറത്ത് വെക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ ഫ്രൈ റെസിപ്പിയാണ് കേട്ടോ. ഇനി ഇത് മൂടി വെച്ച് നമുക്ക് 15 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം. ഇപ്പം 15 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പം നന്നായി തന്നെ ചിക്കനൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വറ്റിച്ചെടുക്കണം. ഇതിൽ നമ്മൾ കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തത് കൊണ്ട് തന്നെ ഇപ്പോൾ ഇതിൽ നന്നായി വെള്ളം ഉണ്ട് കേട്ടോ. നിങ്ങൾ വെള്ളം തീരെ ചേർക്കുന്നില്ലെങ്കിലും കുഴപ്പമില്ല, എന്നാലും ഇത് ലോ ഫ്ലെയിമിൽ വേവിച്ചെടുത്താൽ മതി. ഇനി ഞാനിതൊരു പാനിലേക്ക് മാറ്റി ഈ ചിക്കൻ ഒന്ന് വറ്റിച്ചെടുക്കുന്നുണ്ട്. ഇതിലേക്ക് കറിവേപ്പിലയും 2 പച്ചമുളക് കീറിയത് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അവസാനമായി നമ്മൾക്ക് ഇതിലേക്ക് 1 സ്പൂൺ നെയ്യും 1 ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പഞ്ചസാര നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇത് ഫ്ലേവറെല്ലാം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഈ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുള്ളത്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. ഞാൻ ഈ പാനിലേക്ക് മാറ്റിയത് പെട്ടെന്നൊന്ന് ഡ്രൈ ആയി കിട്ടാൻ വേണ്ടിയായിരുന്നു. ഇതുവരെ ഇങ്ങനെ ഒരു ചിക്കൻ ഫ്രൈ ഉണ്ടാക്കിയില്ലെങ്കിൽ തീർച്ചയായും ഒന്ന് പരീക്ഷിച്ച് നോക്കണേ. ഇത് ഞാൻ യാത്ര പോകുമ്പോൾ കൊണ്ടുപോകാൻ വേണ്ടി ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ദൂരയാത്രയൊക്കെ പോകുമ്പം ഇതുപോലെ ഉണ്ടാക്കി കൊണ്ടുപോയാൽ കേടാകാതെ നമുക്ക് 1-2 ദിവസം വരെ കഴിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ മസാല വെച്ച് നിങ്ങൾ ഇതുവരെ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കിയില്ലെങ്കിൽ എന്തായാലും ഒന്ന് പരീക്ഷിച്ച് നോക്കണേ കേട്ടോ. അപ്പോൾ നമ്മൾ ചിക്കനിൽ എപ്പോഴും ഓരോ വെറൈറ്റി പരീക്ഷിക്കുന്ന ആൾക്കാരല്ലേ. അപ്പോൾ ഇതുകൂടി ഒന്ന് പരീക്ഷിച്ച് നോക്കണേ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.